ഹായ് ഹലോ ഐ ആം നിതിൻ, ദിസ് ഈസ് NSK മാത്സ്. അപ്പൊ നമുക്ക് SSLCയിലെ ഓണപരീക്ഷയ്ക്ക് വേണ്ടിയുള്ള രണ്ടാമത്തെ ചാപ്റ്റർ സർക്കിൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഒരു ചെറിയ ഷോർട്ട് വീഡിയോ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങൾ ശ്രദ്ധിക്കണം. ക്വസ്റ്റ്യൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് റൈറ്റ് ദ മെഷേഴ്സ് ഓഫ്, എന്താണ് പറഞ്ഞിരിക്കുന്നത്? റൈറ്റ് ദ മെഷേഴ്സ് ഓഫ് ആംഗിൾ ACB, ആംഗിൾ ADB ആൻഡ് ആംഗിൾ ADB. ഇതിനുപരി ക്വസ്റ്റ്യനിൽ നമുക്ക് ഒരു ആംഗിൾ തന്നിട്ടുണ്ട്. ഇത് 80 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്. വളരെ സിമ്പിൾ ആണ്. ഇത് 80 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ ACB എന്ന് പറയുന്നത് ഇതും, അതേപോലെ ആംഗിൾ ADB എന്ന് പറയുന്ന ഈ ആംഗിൾ രണ്ടും എത്ര ഡിഗ്രി ആയിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ നിയമം വെച്ച് നമുക്ക് പറയാം ഇത് രണ്ടും എത്ര ഡിഗ്രി ആയിരിക്കും? 40 ഡിഗ്രി വീതമായിരിക്കും. therefore ആംഗിൾ ACB is equal to ആംഗിൾ ADB എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടി? 40 ഡിഗ്രി എന്ന് കിട്ടി. ഇനി ആംഗിൾ ADP വേണം അല്ലെ? അപ്പൊ ആംഗിൾ ADP, അതായത് ഈ ആംഗിൾ ആണ് പറഞ്ഞത് മക്കളെ. ഇത് 40 ഡിഗ്രി ആണെങ്കിൽ ഇത് എത്ര ആയിരിക്കും? ആംഗിൾ ADP എന്ന് പറയുന്നത് 180ൽ നിന്നും 40 കുറയും. കാരണം ഒരു ലൈനിന്റെ ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് 180. അപ്പൊ 180ൽ നിന്ന് 40 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? അത് 140 ഡിഗ്രി. അപ്പൊ ഇത് എത്ര കിട്ടി? 140 ഡിഗ്രി എന്ന് കിട്ടി. ഇനി നമുക്ക് വേണ്ടത് ആംഗിൾ CQD അല്ലെ? CQD, അതായത് ഈ ആംഗിളും അതേപോലെ ആംഗിൾ Pയുമായിട്ട് കൂടാം. അപ്പൊ ഇത് 40 ആണെങ്കിൽ സ്വാഭാവികമായിട്ട് ഇതും എത്ര തന്നെയായിരിക്കും? 140 ആയിരിക്കും അല്ലെ? അപ്പൊ നമുക്ക് ഈ രണ്ട് ആംഗിൾ, അതായത് ആംഗിൾ CQDയും ആംഗിൾ Pയും കൂടെ കൂട്ടാൻ നേരം നമുക്ക് എത്ര കിട്ടുമെന്ന് വെച്ചാൽ 360 ആണ് അല്ലെ ഇതെന്ന് പറയുന്നത്. അതായത് ഈ OCPD എന്ന് പറയുന്നത് എന്താണ്? ഒരു സൈക്ലിക് കോട്ടിലാറ്ററൽ, ഒരു കോട്ടിലാറ്ററൽ ആണ്. സൈക്ലിക് അല്ല, ഒരു കോട്ടിലാറ്ററൽ ആണ്. അതിന്റെ ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 360 ആയിരിക്കും. അപ്പൊ നമുക്ക് എത്ര കിട്ടാം? 360ൽ നിന്നും ഈ 140, ഈ രണ്ടാമത്തെ 140 കൂടെ കൂട്ടുക. അത് രണ്ടും കൂടെ കൂട്ടാൻ നേരം നമുക്ക് എത്ര കിട്ടും? 200. അപ്പൊ 360ൽ നിന്നും നമ്മൾ എത്ര കുറച്ചാൽ മതിയാവും? 360ൽ നിന്നും ഈ 140 280 കുറയ്ക്കുക. അപ്പൊ ആൻസർ എത്ര കിട്ടും? 80 ഡിഗ്രി ആയിരിക്കും. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആയ CDQ പ്ലസ് ആംഗിൾ Pയുടെ ആംഗിൾ എന്ന്. കുഴപ്പമൊന്നുമില്ലല്ലോ, വളരെ സിമ്പിൾ ആണ്. എന്നാൽ പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ്. അപ്പൊ എല്ലാവരും നന്നായിട്ടും മനസ്സിലാക്കി പോവുക. സർക്കിളിനകത്ത് ഇമ്പോർട്ടന്റ് വീഡിയോ. അപ്പൊ അടുത്ത ഒരു ഇമ്പോർട്ടന്റ് കണക്കുമായി ഓണപരീക്ഷയ്ക്കുള്ള അടുത്ത ഇമ്പോർട്ടന്റ് ഷോർട്ട് വീഡിയോയുമായി അടുത്ത ക്ലാസ്സിൽ കാണാം, അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.